തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ച അങ്ങനെ ലൈവായിട്ട് നടന്നിട്ടില്ല. അല്ല, നമ്മൾ മണ്ഡലം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചർച്ച ഇതുവരെയും ആ രീതിയിലുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടന്നിട്ടില്ല. നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. കാരണം JRPക്ക് ഒരു സീറ്റ് ബത്തേരിയിലോ മാനന്തവാടിയിലോ വേണം എന്നുള്ള തരത്തിലൊക്കെ പ്രാദേശിക തലത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ എല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ചർച്ച നമ്മളുമായിട്ട് ഇരുന്ന് നടന്ന് ആ രീതിയിലുള്ള ഒരു ചർച്ച വന്നിട്ടില്ല. അത് വരാത്തതുകൊണ്ട് ഇനി ആ ചർച്ച ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെയും ആദിവാസി ഗോത്ര മഹാസഭയുടെയും സംയുക്തമായിട്ടുള്ള ഫെബ്രുവരി 19 അനുബന്ധിച്ച് അനുസ്മരണ യോഗം ആണ്. ശരിക്കും ഇപ്പോൾ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടത്തുന്നത്. അത് ആ ഫെബ്രുവരി 19 ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു ദിവസമായില്ല. എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, പണി അത്തരം കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞായറാഴ്ചത്തേക്ക് മാറ്റി അതാണ് ശരിക്കും ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. എന്തായാലും ചർച്ച വളരെ സജീവമായിട്ട് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ഒരു ചർച്ച വളരെ സജീവമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇല്ല, നമ്മൾ മുന്നണിയുടെ അസോസിയേറ്റ് മെമ്പറായിട്ട് ഉള്ള സ്ഥിതിയിൽ നമ്മൾക്ക് അത്തരം സീറ്റുകൾ അവർ തരണമല്ലോ ശരിക്കും. ഇപ്പോൾ എല്ലാ ഘടകകക്ഷികളായിട്ട് വരുന്ന ആളുകൾക്കും ആ രീതിയിൽ സീറ്റ് അടക്കം കൊടുത്തുകൊണ്ടാണ് പരിഗണിച്ചിട്ടുള്ളത് UDFൽ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാവർക്കും അത് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ മാത്രം മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ ശരിക്കും. മാനന്തവാടി മണ്ഡലത്തിലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെതായുള്ള ആളുകളുടെ പേര് തന്നെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഉഷാ വിജയൻ, അതുപോലെ PK ജയലക്ഷ്മി എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഒരു എന്താ പറയുക, ഈ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു ഇതും കേൾക്കുന്നുണ്ട്. ഇല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ വിളിച്ചിരുത്തി കൃത്യമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഒരുപാട് ആളുകൾ ഊഹാഭോഗത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ 4-5 ആളും പ്രചരണം നടത്തിയാലും അവസാനം ഒരേ മണ്ഡലമല്ലേ ഉള്ളൂ, ഒരാൾക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകളെല്ലാവരും അവർക്ക് മത്സരരംഗത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരും പറയുന്നുണ്ട്. അതിപ്പോൾ UDFലെ ചർച്ച ചെയ്തിട്ട് അവസാനം ഒരു തീരുമാനം എടുക്കുക, ആ രീതിയിലുള്ള ഒരു സജീവമായിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല ശരിക്കും. ഇല്ല, നമ്മൾ സീറ്റ് ചോദിക്കുക എന്നുള്ളത് അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. എവിടെയാണ് അവൈലബിലിറ്റി അതിനനുസരിച്ചുള്ള ഒരു നിലപാടെടുത്ത് തീരുമാനം എടുക്കേണ്ടത് UDF പോലുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചർച്ച വരുമെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഥയ്ക്ക് അവസാനമൊക്കെ അത്തരം ഒരു തീരുമാനവും ചർച്ചകളും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അതങ്ങനെ ആയിരിക്കും. ഇല്ല, അങ്ങനെയുള്ളൊരു തീരുമാനമില്ല. അത് പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു വികാരം അവരന്ന് പ്രകടിപ്പിച്ചെന്നുള്ളൂ. എന്തായാലും ഈ JRP അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുമില്ല. അങ്ങനെ കിട്ടാതാകുമ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ JRP ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു സംസാരം നടത്തും. അസോസിയേറ്റ് അംഗമായ PV അൻവറിന് ബേപ്പൂർ സീറ്റ് ഏതാണ്ട് ഉറപ്പായി, അതിന്റെ പ്രചരണം അടക്കം തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ അസോസിയേറ്റ് അംഗമായ JRPക്ക് എന്തുകൊണ്ട് തരേണ്ടതാണ്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ശക്തമായി തന്നെ ആവശ്യപ്പെടും. ശക്തമായി തന്നെ ആവശ്യപ്പെടും. സീറ്റ് ഇല്ലെങ്കിൽ എന്നുള്ള വിഷയമില്ല. ഏതായാലും ചർച്ച ആദ്യം നടക്കട്ടെ. ചർച്ച നടന്നിട്ടില്ലല്ലോ ശരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ പരിപാടി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും JRPയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അനുസ്മരണ യോഗം ആണ്. മുത്തങ്ങ ദിനാചരണ ജോഗി അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ ആളുകളെല്ലാം ഓരോ സ്ഥലത്തും വണ്ടി എത്താനും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അതാണ് നമ്മളുടെ ഈ പരിപാടി. ഇപ്പോൾ ആളുകൾ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ഇതിൻ്റെ പരിപാടി ആരംഭിക്കും. ഈ പുതിയ യാത്രയെ സംബന്ധിച്ച് ഈ VD സതീശൻ്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. അങ്ങനെ നുണകൾ കണ്ടുപിടിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. എന്താണ് അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്? അവരുടെ രാഷ്ട്രീയ പാപ്പരിത്വം പൊളിറ്റിക്സ് ആയിട്ട് പറയാൻ അവർക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഇടതുപക്ഷം പോലുള്ളൊരു പ്രസ്ഥാനം അവരുടെ പൊളിറ്റിക്സ് ആണല്ലോ പറയേണ്ടത്. അപ്പോൾ അവരുടെ മുഴുവൻ പൊളിറ്റിക്സും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് നുണ എന്നുള്ള പേരിലൊക്കെ ഒരു പ്രചരണം ഇറക്കി നടത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നാണ്
ഇപ്പോൾ ഇവർ ഈ നുണ പറയുന്നത് ഇവർ തന്നെയാണ് ഏറ്റവും വലിയ നുണ. അപ്പോൾ അവരുടെ നുണയെ മറയ്ക്കാൻ അവർ വേറൊരു നുണയെ പ്രചരിപ്പിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സാധനം അതല്ലേ അല്ല. കുറ്റ്യാടിയിലെ പുതിയ യാത്രയിൽ സ്നേഹത്തള്ളിനെ കുറിച്ച് പിന്നീട് ഭയങ്കര ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. ആ സ്നേഹത്തള്ളെന്നുള്ള വാക്കൊക്കെ അതൊക്കെ ഓരോ സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എതിരായിട്ടും അല്ലാതെയൊക്കെ പറയാറുണ്ടല്ലോ. അതങ്ങനെ കണ്ടാൽ മതി. സ്നേഹത്തള്ളായിട്ട് തന്നെയാണോ കാണുന്നത്? അത് ആ കാര്യത്തിലൊന്നും ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. അത് അവിടെ നടന്ന ആളുകളോട് ചോദിച്ചാൽ അത് സ്നേഹത്തിലായിരുന്നോ മറ്റു രീതിയിലായിരുന്നോ, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അത് അവരോട് തന്നെ ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തുന്നതായിരിക്കും നന്നാവും.